പത്മശ്രീ നാരായണ പെരുവണ്ണാനുമായിട്ടുള്ള അഭിമുഖം തുടരുന്നു. ഈ നമ്മളിപ്പോൾ പറയല്ലോ 70-കൾ 80-കളിലൊക്കെ തെയ്യം കുറച്ചുകൂടെ പിന്നോട്ട് പോയൊരു കാലമുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മളിപ്പോൾ പുതിയ കാലത്തേക്ക് നോക്കുമ്പോൾ ഈ പെരുങ്കളിയാട്ടങ്ങളൊക്കെ ജനലക്ഷങ്ങളാണ് വരുന്നത് അല്ലേ. അവിടെ നമ്മൾ കുറി കൊടുത്തിട്ട് തീരില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ നമ്മൾ ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചു, വിദ്യാഭ്യാസം പുരോഗമിച്ചു. അങ്ങനെയൊക്കെയുള്ള വർത്തമാനകാലത്ത് പോലും തെയ്യത്തിൻ്റെ പ്രാധാന്യം നേരത്തെ ഉള്ളതിൽ നിന്നും കൂടുതലായിട്ട് കാണുന്നു എന്ന് വേണം പറയാം. ഈ നേരത്തെ പെരുന്നാൻ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇതിനെ ഒന്ന് പറയാൻ പറ്റുമോ? വിശ്വാസം കൂടി വരുമല്ലേ. അതായത് നമ്മൾ ഈ പണ്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ അന്നെല്ലാം ഈ വലിയ ആൾക്കാരുടെ ക്ഷേത്രങ്ങളിലും വീടുകളിലും മറ്റൊക്കെ ആണല്ലോ ഈ തെയ്യങ്ങളുണ്ടായി. ഇപ്പം അതല്ല, ഇപ്പം എല്ലാ ആൾക്കാരും സഹകരിച്ചിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും ഒത്തുചേർന്നിട്ടില്ലേ. ഇപ്പം കല്യാല് മുച്ചിലോട്ടെന്ന് പറഞ്ഞ കല്യാലി എന്ന് പറയുന്ന ഒരാൾ അവിടെ അതിൻ്റെ ഭഗവതിനെ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഇപ്പം അവരെ വെള്ളം എടുക്കേണ്ട പാത്രം തൊട്ടിയും കയറും അവരാന്ന് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെ വീതങ്ങളൊക്കെ വിഭാഗക്കാരാണ് മുസ്ലിം വിഭാഗക്കാർ. ഇപ്പം നമ്മളെ ഈ മുച്ചിലോട്ട് പോതിൻ്റെ കാര്യം പറയുമ്പം നമ്മൾ എല്ലാ സമുദായങ്ങൾക്കും ഒരു ഒത്തുചേരാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇത്. അതിലൊരു പങ്കുണ്ട്. ചില ഒന്ന് ആദ്യം നമ്മൾ ഇവർക്ക് വേണ്ടുന്ന ആചാരത്തിന് കൊടുക്കുന്ന പായ് അതുണ്ടാക്കുന്ന ഹരിജനങ്ങളാണ്, വലിയ സമുദായക്കാരാണ്. അവരെ മുതൽ തന്ത്രി വരെ വരണ ആളാണ്. അതിൻ്റെ ഇടയിൽ എല്ലാ സമുദായങ്ങളുണ്ട്. ആശാരി, മൂശാരി, കൊല്ലൻ, തട്ടാൻ, മണിയാണി, തീയൻ, എല്ലാ നമ്പ്യാർ, എല്ലാ സമുദായക്കാർക്കും ചേർന്നിട്ടുള്ളൊരു കളിയാട്ടം വന്നു. ഇപ്പം മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം എന്ന് പറയുന്ന സംഭവം നടക്കുമ്പോൾ അപ്പോൾ അതുപോലെ എല്ലാ ആൾക്കാർക്കും ഒന്നിച്ചു കൂടാനും അതിന് ഭക്ഷണം കഴിക്കാനും അതെല്ലാം ഒരു എന്നാ നമ്മൾ പറയാം അതിൻ്റെ ഇന്നത്തെ പുതിയ തലമുറ അതിലേക്ക് വളരെ വിശ്വാസത്തോടും കൂടെ വന്നു ചേരുന്നതാണ് പെരുങ്കളിയാട്ടം. ഇപ്പം നമ്മൾ പണ്ടെല്ലാം എന്ന് പറഞ്ഞാൽ അവരുടെ ആചാരക്കാർക്ക് മാത്രമാണ് ഭക്ഷണം കൊടുക്കുക, പുറത്തെല്ലാവർക്കും ഭക്ഷണം. ഇന്നിപ്പം എല്ലാവർക്കും ഇല്ല ഭക്ഷണം കൊടുക്കുന്ന അന്നദാനത്തിൻ്റെ ആ ഒരു പ്രാധാന്യത്തോടു കൂടിയല്ലേ ഇന്ന് ഇപ്പം പെരുങ്കളിയാട്ടങ്ങളൊക്കെ നടക്കുന്നു. ഈ പല കാവുകളിലും ക്ഷേത്രങ്ങളിലും മറ്റ് മതങ്ങളിലുള്ളവർക്ക് പോലും ഒരു പങ്കുണ്ട്. ഇപ്പം ചില പെരുങ്കളിയാട്ടത്തിന് പഞ്ചസാര വളരെ ആർഭാടത്തോടുകൂടി ആഘോഷത്തോടുകൂടി കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോഴും അത് നിലനിൽക്കും. അത് ജനങ്ങളെല്ലാവരും ഒന്നിച്ച് നിർത്തുന്നതിലൊരു വലിയ പങ്ക് തെയ്യത്തിനുണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ ഒരു ഇതന്നെയല്ലേ അത്, നമ്മളെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ആണല്ലോ അത്. അപ്പോൾ അന്ന് കാലത്ത് ചെയ്തുകൊണ്ട് ഇപ്പം നമ്മൾ പറശ്ശിനിക്കടവിൽ ഇല കൊടുക്കുന്ന ഒരാളുണ്ടായിരുന്നു. ഇയാൾ ഗൾഫിലേക്ക് പോയി പോലും, പക്ഷേ ഇയാൾക്കാട് നിൽക്കാൻ പൊറുതിയില്ല, ഇയാൾ തിരിച്ചു വന്നു കൊടുത്തു. ഇപ്പോൾ ഞങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം, പെരുന്നാൻ ഈ പ്രായത്തിലും ഇപ്പം എത്ര വയസ്സായിട്ടുണ്ട്? 70 കഴിഞ്ഞു അല്ലേ. ഈ ഒരു പ്രായത്തിലും വളരെ ഊർജത്തോടുകൂടി വളരെ കരുത്തോടുകൂടി തെയ്യം അവതരിപ്പിക്കുന്നു. ഇപ്പോൾ ആമേരി എന്ന് പറയുന്ന കതുവന്നൂർ വീരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് കതുവന്നൂർ വീരൻ കെട്ടിയായിട്ടുള്ളത്. കതുവന്നൂർ വീരൻ എന്ന് പൊതുവെ പറയുന്നത് വളരെ സങ്കീർണതയും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കോലമാണെന്നാണ്. മണിക്കൂറുകളോളം അതിൻ്റെ ഒരു പെർഫോമൻസ് നീണ്ടു നിൽക്കുന്നുണ്ട്. തലേന്ന് രാത്രി തോറ്റം അതിൻ്റെ കളരി അഭ്യാസങ്ങളിൽ നിന്ന് തുടങ്ങി പിറ്റേന്ന് രാത്രി ഏതെങ്കിലും സമയത്തായിരിക്കും കോലം മുടി അഴിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കോലൊക്കെ ഈ ഒരു 70 വയസ്സിലും ചെയ്യുക എന്നുള്ളത് നമുക്കൊക്കെ ഉള്ളിലൊരു പേടിയും ആശങ്കയും അതേസമയം അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് ആ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുക? അത് ഒന്നെന്ന് വെച്ചാൽ നമ്മളെ ഒരു ആത്മവിശ്വാസമാണ്. നമ്മൾ ഇത്രയും കാലം നമ്മളെ കൊണ്ട് നടന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ നമുക്ക്, നമ്മളത് മനോധർമ്മത്തിലേക്കൂടെ നമ്മളെപ്പോഴും നമുക്ക് ചെയ്യാം എന്നുള്ളൊരു തോന്നൽ, ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവണമല്ലോ. അല്ലെങ്കിൽ നമുക്കത് വിജയിപ്പിക്കാൻ പറ്റില്ല. പിന്നെ ഒന്ന് നമ്മുടെ ആ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രോത്സാഹനം കൂടിയുണ്ട്. നാരായണേട്ടൻ കഴിയുന്നത് പോലെ ചെയ്താൽ മതി, പക്ഷെ നമുക്ക് ആ ഒരു ആത്മവിശ്വാസമുണ്ട്. അത് നാരായണേട്ടൻ കെട്ടി അവിടെ നിന്നാൽ മതി എന്നുള്ളൊരു അഭിപ്രായം അവരിൽ നിന്ന് വന്നു. അപ്പോൾ അവർക്ക് പൂർണ്ണ വിശ്വാസം, അവരെ പൂർണ്ണ വിശ്വാസം നാരായണേട്ടൻ അത് ചെയ്യാൻ പറ്റുന്നൊരു വിശ്വാസം അവർക്ക് വന്നു. അപ്പോൾ എനിക്ക് അത് 100% എനിക്ക് അത് വിശ്വാസം ഉണ്ടായിട്ടില്ല. എങ്ങനെ ഇതായിത്തീരുന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്തോ നമ്മുടെ ആ ഉപാസനയും നമ്മുടെ അച്ഛൻ്റെ എല്ലാം ആ അനുഗ്രഹവും ആ ദൈവത്തിൻ്റെ ഒരു വിശ്വാസം, നമ്മളതിൻ്റെ തലക്കതലേന്നാണ് നമ്മൾ കതുവന്നൂർ വരെ പോയത്. അവിടെ എത്തിയൊരു ഞാൻ അവിടെ ദൈവത്തോട് യാത്ര പോയി. അപ്പോൾ വേറെ ഒരു വഴിക്ക് പോയതാണ്. അപ്പോൾ അങ്ങനെ അവിടെ പോകേണ്ടതായിട്ടുള്ളൊരു കാര്യം വന്നു. അവിടെ എത്തിയപ്പോൾ കരിങ്കുറ്റി ഭഗവതിൻ്റെ അമ്മേൻ്റെ മുമ്പിൽ പോയി നടയിൽ പോയിട്ട് പ്രാർത്ഥിച്ചു, ഇങ്ങനൊരു കാര്യമുണ്ട്, എൻ്റെ ആ പാരമ്പര്യത്തിൻ്റെ ഗുണം കൊണ്ട് എന്നെ രക്ഷിക്കണം
ഒരു ബുദ്ധിമുട്ടും കൂടാതെ കണ്ട് അവിടെ എത്തിക്കിടന്ന് മനസ്സുകൊണ്ട് നമ്മുടെ ഒരു പ്രാർത്ഥന അത് അമ്മ കേട്ടു. അതുകൊണ്ട് എനിക്കത് പൂർത്തിയാക്കാൻ പറ്റി. അത് എൻ്റെ എല്ലാ ആ ഒരു പഴയ ഒരു സമ്പ്രദായത്തിൽ എന്നുവെച്ചാൽ ഇന്നത്തെ പുതിയ തലമുറേൻ്റെ ഇതുപോലെയല്ല, ആ പഴയ സമ്പ്രദായത്തിലൊരു തെയ്യം എൻ്റെ വിശ്വാസപ്രകാരം എനിക്ക് ചെയ്യാൻ പറ്റി. അത് ഭയങ്കര എനിക്കത് കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ കണ്ട ചില സുഹൃത്തുക്കളെ പറഞ്ഞത് നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ എത്രയോ അപ്പുറത്ത് ഒരു ചെറുപ്പക്കാരൻ കെട്ടി നിറഞ്ഞാടിയ ഒരു അനുഭവമായിരുന്നു. ഞാനത് മന്നപ്പനായിട്ട് മാറി. അത് എൻ്റെ ഒരു ആത്മവിശ്വാസമാണ്. അപ്പം നമ്മളതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളിടത്തോളം മനസ്സുകൊണ്ട് നമ്മൾ അത് പിന്നെ ദൈവത്തോട് പറഞ്ഞു. ഇത്രയും കാലം കൊണ്ടുകിടന്ന് അതിൻ്റെ ആ ഒരു പേര് നിലനിർത്തണ്ടേ. അപ്പോൾ കുറച്ച് കാലത്തായിട്ട് ഇപ്പോൾ അങ്ങോട്ട് മാറി നിന്നതാണ്. അപ്പോൾ രണ്ടാമത് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും എന്ന് വെച്ചാൽ പറയും കുറച്ച് ട്രെയിനിങ്ങെല്ലാം വേണമെന്ന് പറയും. എനിക്ക് അങ്ങനത്തെ ഒരു ട്രെയിനിങ് ഉണ്ടായിട്ടില്ല, ഒരു ട്രെയിനിങ്ങും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ ഒരു വിശ്വാസമുണ്ട് എനിക്കത് ചെയ്യാൻ പറ്റും എന്ന് എനിക്കൊരു തോന്നൽ, ആത്മവിശ്വാസം തന്നെയാണ് ട്രെയിനിങ്. എൻ്റെ അച്ഛനെയും ഗുരുനാഥന്മാരെയൊക്കെ ഞാൻ മനസ്സിൽ കൃത്യമായിട്ട് ധ്യാനിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിനി. ആ എടുത്ത ആയുധം അതുപോലെ തിരിച്ച് നമ്മൾ കൊണ്ടു. അതുപോലെ നമ്മൾ കതിരൂർ നമ്മളിപ്പോൾ തെയ്യത്തിന് പോകുമ്പോൾ വീട്ടിൽ താരിയും മത്സ്യമൊക്കെ വെച്ചിട്ട് നമ്മൾ അതായത് ഒരു യുദ്ധത്തിന് പോകുന്ന ആ ഒരു പുറപ്പാടോടുകൂടി നമ്മൾ പോവാം. അതായത് വീട്ടിൽ നിന്ന് എല്ലാവരും അനുഗ്രഹം വാങ്ങി ആ വാൾ കൊടുത്തിട്ടാണ് നമ്മൾ തെയ്യത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസം ആ പോകുന്ന നമുക്കല്ല യാത്രയിൽ തന്നെ അതിൻ്റെ ലക്ഷണങ്ങളുണ്ടാവും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ലക്ഷണം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ അവർ ഒരു പ്രത്യേക ഒരു എനർജി. പിന്നെ 2 പ്രാവശ്യം എനിക്ക് ഇതിനിടയ്ക്ക് പിന്നെ പട്ടുവത്തൊരു തെയ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തലേന്ന് ദിവസം തന്നെ എനിക്ക് ഒരു ചെറിയൊരു ശാരീരികമായിട്ട് ചെറിയൊരു പനി ഒരു അസുഖം വന്നു. ഒരു കാരണവശാലും എനിക്ക് ആ തെയ്യം കഴിക്കാമെന്നതിൽ വിശ്വാസമില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ എത്തി. പ്രതിഷ്ഠയാണ്, പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് തെയ്യാണ്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ക്ഷേത്രം പൊളിച്ചെടുത്തിട്ടില്ലേ പ്രതിഷ്ഠയും തെയ്യാണ്. അപ്പോൾ അവിടെ ഒരു വയസ്സായ പെണ്ണുങ്ങളുടെ അവർ പറഞ്ഞു പെരുവണ്ണാൻ തന്നെ കഴിക്കണം നമ്മൾ തെയ്യുന്നത്. ആടെ എത്തുന്നവരെ എനിക്ക് ഒരു ഇതും ഉണ്ടായില്ല. അവിടെ എത്തിയതിന് ശേഷം തടങ്ങുന്ന സമയത്ത് വേറെ ആളെ കൊണ്ട് തടങ്ങൽ കഴിപ്പിച്ചു. താരി മത്സരം വെച്ച് വന്ന് എല്ലാം കൂടെ കഴിയും. പക്ഷെ ഞാൻ അണിയറയിൽ സാധനങ്ങൾ വെച്ച് നടയിൽ പോയിട്ട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു. സത്യത്തിലിപ്പം അന്നേരം പറയും മറ്റുള്ളവർ പറയും അതെല്ലാം അയാൾ എന്തോ പറയുന്നത്. പക്ഷെ ഒരു തണുത്ത കാറ്റ് എൻ്റെ ശരീരത്തിലേക്ക് എനിക്ക് അതിൻ്റെ അനുഭവമാണ്. ഇങ്ങനെ തോന്നിയ പോലെ ഒരു കാറ്റിങ്ങനെ മേലോട്ട് കയറിയ പോലെ വന്നു. താരി മത്സരം വെച്ച് കഴിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ തോറ്റത്തിൻ്റെ അത്തന്താളി എടുക്കുക എന്നൊരു സമ്പ്രദായമുണ്ട്. അതാണ് തെയ്യക്കാരന് പ്രധാനപ്പെട്ട കാര്യം. അത്തന്താളി എടുത്തിട്ട് കുളിച്ച് വന്നിട്ടാകുമ്പോൾ തോറ്റം നിൽക്കുക. അത്തന്താളി എടുത്ത് കുളിച്ച് വന്നതിന് ശേഷം പിന്നെ ഞാനൊന്നും അറിയില്ല. ആ തെയ്യം കഴിയുന്നവരെ ഒരു വിഷമം എനിക്ക് ഉണ്ടായില്ല. അത് ഭംഗിയായിട്ട് കഴിഞ്ഞു. പക്ഷെ അതുപോലെയാണ് നമ്മളിപ്പോൾ ആമേരിയ തെയ്യവും കഴിച്ചത്. ഇപ്പോൾ 5 മണിക്ക് ഇറങ്ങിയതാണ്. 5:15 മറ്റായി ഇറങ്ങുമ്പോൾ 7 മണിക്കാണ് ആ തെയ്യം കഴിഞ്ഞത്. രാത്രി 7 മണിക്കാണ് ആ തെയ്യം കഴിഞ്ഞത്. അതും ഒരു 2-3 കിലോമീറ്റർ നടക്കണം ഒരു വീട്ടിലേക്ക്. പക്ഷെ എന്താണ് അതിൻ്റെ എനർജി എന്നുള്ളത് എനിക്ക് തന്നെ വെയിലത്ത് എല്ലാവരും ചെരുപ്പിട്ട് നടക്കുന്നത് നമ്മൾ ഈ താറ്റ് റോഡിൽ കൂടെ പൊള്ളുന്ന വെയിലത്ത് നടന്നിട്ട് പോയി. പക്ഷേ എന്തോ അവർ കഴിയുന്നവരെ അങ്ങനത്തെ ഒരു വിഷമവും എനിക്ക് ഉണ്ടായിട്ടില്ല. അതെൻ്റെ ഒരു ആത്മവിശ്വാസം. അതുപോലെ തന്നെ ഞാൻ തന്നെ നേരിട്ട് കണ്ടതാണ് ചാമുണ്ടിക്കോട്ടം ചിറക്കൽ രാജവംശത്തിൻ്റെ ഒരു സ്ഥാനമാണ്. അവിടെയാണ് ഈ തെയ്യങ്ങൾ അല്ലേ അതിൻ്റെ ആസ്ഥാനമായിട്ട് പറയുന്നത്. അപ്പോൾ അവിടെ വലിയ മുടിയുള്ള തമ്പുരാട്ടി പെരുന്നാൻ തന്നെ കെട്ടിയാടിയത്. അപ്പോൾ ഞങ്ങളൊക്കെ വളരെ ആശങ്കയോടുകൂടിയാണ് ഇത്രയും വലിയ മുടിയെടുത്തിട്ട് എങ്ങനെയാണ് സ്വന്തമായിട്ട് ഇതിൻ്റെ ചടങ്ങുകളൊക്കെ പൂർത്തീകരിക്കുക, ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളത്. അതിപ്പോൾ അവിടെ പെരുങ്കളിയാട്ടം കഴിഞ്ഞ വർഷമാണ്, എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് നടന്നത്. ഈ പ്രാവശ്യം 2ാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ അനുഭവം? അത് ഭയങ്കര അനുഭവമാണ്. അന്ന് രാവിലെ ഞാൻ മാടായിക്കാവിൽ എത്തിയാന്ന് എൻ്റെ കോലം. ഞാൻ രാവിലെ തന്നെ മാടായിക്കാവ് പോയി അമ്മേനെ തൊഴുത് എല്ലാ കാര്യങ്ങളും അവിടെ സമർപ്പിച്ചിട്ടാണ് ഞാൻ വന്നിന്. അപ്പോൾ എന്തായാലും ഞാൻ ഈ മുടി, അപ്പോൾ ആ മുടി ഞങ്ങൾ ഇങ്ങോട്ടില്ലാത്തൊരു പ്രത്യേകതരം മുടിയാണ്. അത് വടക്കോട്ട് മാത്രമേ കാണുന്നില്ല ആ മുടി. പക്ഷെ ആ മുടി എത്ര മീറ്റർ ഉയരം ഉണ്ടാകും മുടി? ഏകദേശം അതൊരു 10-15 മീറ്ററോളം ഉണ്ടാവും. അപ്പോൾ ആ മുടി നമ്മൾ ഇങ്ങോട്ട് ഉപയോഗിക്കാത്ത മുടിയാണ്. ഞങ്ങളിങ്ങോട്ട് മറ്റേ തായ്പരദേവതൻ്റെ മുടിയാണ് ഉപയോഗിക്കല്. പക്ഷേ തിരുവറുകാട്ട് വേദിക്ക് അതന്നെ വെക്കണം, മാടായിക്കാവിൽ വെക്കുന്ന മുടി തന്നെ വെക്കണം എന്ന് പറഞ്ഞതാണ്. പിന്നെ ആ മുടി തന്നെ കൊണ്ടുവരാൻ കാരണം ആ മുടി എടുക്കുന്നത് വരെ നമുക്ക് എന്താണെന്ന് അറിയില്ല. എടുക്കുന്നവരെ ഭയങ്കര ഭയപ്പാട് എനിക്ക് ഉണ്ടായി. പക്ഷേ എടുത്തതിന് ശേഷം പിന്നെ ഒന്നും അറിയില്ല. കഴിയുന്നത് വരെ അങ്ങനത്തെ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാ കാര്യങ്ങളും വളരെ ഇതായിട്ട് ഞാൻ ആ തെയ്യത്തിൻ്റെ മുടി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ചെയ്യുന്ന അതേ അതാണ് നമ്മളുണ്ടായിരുന്നൊരു കോലപ്പകർച്ചയും നമ്മളെ ആ ഒരു പിന്നെ തെയ്യത്തിൻ്റെ ആ ഒരു പ്രത്യേകതര ഇത് മാറ്റങ്ങൾ
അപ്പോൾ നമ്മളോട് പല ആൾക്കാരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓരോ തെയ്യം കഴിഞ്ഞാലും ആ തെയ്യത്തിൻ്റെ തയ്ക്കുന്ന ഒരു പ്രത്യേകത നിങ്ങളിൽ കാണുന്നുണ്ട് എന്ന് ഇപ്പോൾ 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മുത്തപ്പൻ കഴിഞ്ഞാൽ അത് മുത്തപ്പനായിട്ട് തോന്നുന്നുണ്ട് നമുക്ക്. ഇപ്പോൾ കതിവനൂർ വീരൻ കഴിഞ്ഞാൽ കതിവനൂർ വീരനായിട്ടേ തോന്നില്ലോ, അവിടെ നമ്മൾ മുത്തപ്പനായിട്ട് നിങ്ങൾ തോന്നുന്നില്ല. ഇപ്പോൾ മുച്ചോട്ട് പോയി കഴിഞ്ഞാൽ ഇത് രണ്ടുമല്ല, നിങ്ങളവിടെ ഭഗവതിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ലോ. അതെന്താണ് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ഇത് നമുക്ക് പറയാൻ പറ്റില്ല. ദൈവികമായിട്ടുള്ള ഒരു അനുഗ്രഹം തന്നെ ആയിരിക്കുമല്ലേ നമ്മൾ പാരമ്പര്യമായിട്ടുള്ള. ഈ മുടിയുടെ കാര്യം പറഞ്ഞപ്പോൾ പെരുണാൻ പറഞ്ഞല്ലോ, ചില ദേശങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള മുടിയാണ്, ചില ദേശങ്ങളിൽ അങ്ങനെയുള്ള മുടിയല്ല ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ അണിയലങ്ങളിലും ഒരുപാട് ചെറിയ ചെറിയ മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങളൊന്നുമല്ല. അത് പറയുമ്പോൾ തന്നെ അണിയലങ്ങൾ വളരെ പ്രധാനമാണ് തെയ്യത്തെ സംബന്ധിച്ചിടത്തോളം. തെയ്യത്തിൻ്റെ ഒരു അതെ അല്ലേ, ഓരോ തെയ്യത്തിനും നേരത്തെ നമ്മൾ മുഖത്തെഴുത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ ആ തെയ്യത്തിൻ്റെ സ്വഭാവം, അതിൻ്റെ ചരിത്രം, അതിൻ്റെ അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലുള്ള അണിയലങ്ങളാണ്. അപ്പോൾ പെരുന്നാൻ ഈ അണിയല നിർമ്മാണത്തിൽ അത് എല്ലാവർക്കൊന്നും കൈവഴക്കമുള്ള കാര്യമല്ല. അപ്പോൾ പെരുന്നാൻ അതിലൊരു കൈവഴക്കമുള്ളതാണ് അല്ലേ. ഈ അണിയലങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞുകൂടെ? അണിയലൻ ഞങ്ങൾ ഈ മുരിക്കിൻ്റെ പലയിലാന്ന് ഈ പലയായിട്ടുള്ള സാധനങ്ങളൊക്കെ മുരിക്കിലാന്ന് വെച്ചിട്ടുണ്ട്. ഭാരം കുറയാൻ വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ പണ്ട് കാലത്തിലെന്ന് വെച്ചാൽ ഇത് ഈർച്ച ഇത് കൊണ്ടുപോയിട്ട് ഇന്നിപ്പം മില്ലിൽ കൊണ്ടുപോയിട്ട് പലയായിട്ട് വലിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ പണിയിടാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഗുരുനാഥൻ്റെ അടുത്ത് തന്നെ പഠിപ്പിച്ചു തരുന്നതാണ്. ഞാൻ അഴീക്കോട് നമ്മളെ ഗുരുനാഥൻ്റെ അടുത്ത് തന്നെ ഈ അരിച്ചൽ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ പഠിച്ചതാണ്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യും. പണ്ട് കാലത്ത് നമ്മൾ ഈ മുടി തുണിയിലുണ്ടാകുന്ന സാധനങ്ങളൊക്കെ തുന്നിയിട്ട് അച്ഛനൊക്കെ തുന്നുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഈ ഡെയ്മ പോലത്തെ സാധനങ്ങളൊക്കെ തുന്നി ഉണ്ടാക്കുന്നത്. ഇന്നിപ്പം അത് മെഷീനിൽ വെച്ച് നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ മുരിക്ക് ചെത്തി ഇത് ഷേപ്പാക്കി ഓരോരോ പാമ്പിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ പല രൂപത്തിൽ ചന്ദ്രക്കല ഇതൊക്കെ നമ്മൾ അതിനെ കത്തീനെ കൊണ്ട് തന്നെ അരിഞ്ഞിട്ട് ഉണ്ടാക്കുന്നൊരു സാധനമാണ്. വളരെ സൂക്ഷ്മമായിട്ട് എടുക്കുന്ന പണിയാണ് അത്. അത് കൃത്യമായിട്ട് അതിൻ്റെ പ്രത്യേകത ഒന്നു വെച്ചാൽ നമ്മൾ 2 ഭാഗത്ത് കെട്ടുന്ന സാധനം ഉണ്ടല്ലോ, ഈ ഓലക്കാന്ന് പറഞ്ഞ സാധനം, അത് രണ്ടിനും വെയിറ്റ് ഒരുപോലെ അല്ലെങ്കിൽ തെയ്യക്കാരന് പ്രയാസം ഉണ്ടാവും. അപ്പോൾ 2 ഭാഗത്തേക്ക് അതിൻ്റെ ഇത് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വളരെ കൃത്യം നമ്മൾ എങ്ങനെ എത്ര സൂക്ഷ്മമായിട്ട് ചെയ്യുന്നത് അത് നമ്മൾ ചെത്തി എടുക്കുന്നതിൻ്റെ ഇതുപോലെ. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ ഓരോ ചന്ദ്രക്കല അല്ലെങ്കിൽ ഇങ്ങനെ ദളങ്ങളൊക്കെ ഇടുമല്ലോ. അപ്പോൾ അതിൽ ഏതെങ്കിലും കുറവോ കൂടിപ്പോയാൽ ഇപ്പുറം കുറയും. അപ്പോൾ അത് കറക്റ്റായിട്ടായിരിക്കണം, കൃത്യമായിട്ട് ആക്കിയിട്ട് മാത്രമേ അത് 2 ഭാഗത്തേക്ക് അതിൻ്റെ ഇത് കണക്കാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഓരോ ഭാഗത്തേക്ക് അതിൻ്റെ ഇത് വരും. അപ്പോൾ അതിന് ശാരീരികമായിട്ട് അതിൻ്റെ ആയിരിക്കുന്ന വിഷമങ്ങളുണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ദളങ്ങൾ കുഴിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിരിക്കും. നമ്മളെ ഗുരുനാഥൻ അത് എടുത്തിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാവും. അതുപോലെ ഉടുത്തുകെട്ടിനുള്ള സമയങ്ങൾ, അതിലുള്ള ചിത്രപ്പണികളും അതുപോലെ അതൊക്കെ ഞങ്ങൾ തന്നെ ചെത്തി ഉണ്ടാക്കുന്നത്. ചിലപ്പം ചെറിയ കുസുമങ്ങളൊക്കെ നമ്മൾ കൊള്ളി ഇതെടുത്ത് കൊണ്ടുവന്നിട്ട് പണ്ട് ഈ അരിപ്പൂ ചീങ്ങ എന്ന് പറയുന്നൊരു സാധനം, അത് കൊത്തി ഉണക്കിയിട്ട് അതിനെ ചെത്തി ഷേപ്പാക്കിയിട്ടാണ് കുസുമങ്ങൾ ഉണ്ടാക്കുന്നത്. കുസുമങ്ങൾ ഈ ചെറിയ കുസുമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനെ നമ്മൾ പുതുക്കിയെടുത്തിട്ടാണ് നമ്മൾ ഇത് ചെണ്ടുവളയൻ പോലത്തെ സാധനങ്ങളൊക്കെ അരിമയിലെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. ഈ അണിയലങ്ങൾ ഇപ്പോഴും നമുക്ക് വാടക കിട്ടുമെന്നൊക്കെ പറയാറുണ്ട്. എങ്ങനെയാണ് നേരത്തെയൊക്കെ ഇത് അതാത് തെയ്യക്കാരൻ അല്ലെങ്കിൽ അതാത് കുടുംബങ്ങൾ അവരുടേതായ അണിയലങ്ങൾ ഉണ്ടാവുമോ, അല്ല അത് അന്യോന്യം? പണ്ടത്തെ കാലത്ത് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട തെയ്യക്കാരത്ത് മാത്രമേ അണിയലുണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പം എല്ലാവരും സ്വന്തമായിട്ട് അണിയലും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിലും പണ്ട് ഒരു കാലത്ത് അച്ഛനെല്ലാം ഇങ്ങനെ പണ്ട് തുരുത്തി എന്ന് പറഞ്ഞ കോൾത്തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് അണിയലം ഏറ്റവും കൂടുതലുള്ളത്. അന്ന് തെയ്യങ്ങളൊന്നും അങ്ങനെ കൂടുതലില്ലല്ലോ. അത് ഒരാളടുത്ത് മാത്രമേ അതിന് സാധനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് വാടക കൊണ്ടുവരും, അത് തിരിച്ചു കൊണ്ട് കൊടുക്കണം. ഇന്നിപ്പം എല്ലാവരും സ്വന്തമായിട്ട് എല്ലാവരും സാധാ അണിയലങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അരിയുന്ന ആൾക്കാർ അരിഞ്ഞിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കും. അല്ലാത്തവർ മറ്റുള്ളവരെ കൊണ്ട് അരിയിപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ട് അത് പുതുക്കിയിട്ട് കെട്ടുന്ന കൂട്ടറുണ്ട്. പിന്നെ തുണി സാധനങ്ങളൊക്കെ അടിച്ചിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. വെള്ളി സാധനങ്ങളൊക്കെ മാത്രമേ നമ്മൾ പുറത്തുനിന്ന് ഉണ്ടാക്കി കൊണ്ടുവരണം. ബാക്കിയെല്ലാം തുണിയുടെ സാധനങ്ങളും മറ്റുള്ള എല്ലാം ഞങ്ങൾ തന്നെ സ്വന്തമായിട്ടുണ്ടാക്കും. ഇപ്പോൾ ഇതിലുള്ള പണികളുണ്ടല്ലോ, അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ടതാണ്. നമ്മൾ ഈ തുണിയിലുള്ള അതിലെ നിറങ്ങൾ, അതിലുള്ള തൊങ്ങലുകൾ, അതിൽ ഈ പറഞ്ഞതുപോലെയുള്ള പൂക്കൾ പോലെയുള്ള പണികൾ, ഇതൊക്കെ ഇപ്പോൾ പെരുന്നാനി കഴിഞ്ഞ ഒരു 5-6 പതിറ്റാണ്ടുകൾക്കിടയിൽ ഇതിൽ കാര്യമായിട്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? മാറ്റങ്ങൾ വെച്ചാൽ പണ്ട് കാലത്ത് അഭ്രമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അഭ്രമങ്ങളാണ് അന്നിപ്പം കിട്ടാനില്ല, ഭയങ്കര അതിന് സാധനം ഇല്ല, കിട്ടാനില്ല. അപ്പോൾ അതിന് പകരമായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. അഭ്രമമാണ് ഉപയോഗിക്കേണ്ടത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഭ്രമം തീയിൽ പോകുന്ന ചില തീയായിട്ട് ബന്ധപ്പെട്ട തെയ്യങ്ങൾ അല്ലേ. അപ്പോൾ അതിന് ചൂടടിക്കുമ്പം ഇപ്പം നമ്മൾ വേറെന്തെങ്കിലും മെറ്റീരിയൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ
അത് ആ ചൂടെടുക്കുമ്പോൾ ചില സമയം അത് ഇതായിപ്പോയെങ്കിലോ, അപ്പോൾ അഭ്രമം ഒരിക്കലും അത് ഇതാവില്ല, ചൂടാകുമ്പോൾ ഉരുകിപ്പോകുന്നില്ല. അപ്പോൾ മറ്റുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് പോയിപ്പോൾ. പക്ഷേ പിന്നെ ഇപ്പം പിന്നെ അത് കിട്ടാതെ കൊണ്ട് അതിന് പകരമുള്ള സാധനങ്ങൾ ഉപയോഗിക്കും. അതുപോലെ മറ്റുള്ള ഇപ്പോൾ ഈ ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണുമ്പോൾ പ്രയാസം തോന്നും, പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊന്നും അതിന് എന്താ വെച്ചാൽ പണ്ട് കാലത്തിൽ നമ്മളിപ്പം പിന്നെ ഈ മുടിയൊക്കെ ഉണ്ടാക്കുന്നത് കാട്ടുവണ്ടിയൊക്കെ കൊത്തിക്കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് അത് ചീഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പോൾ അതിൻ്റെ ഇതെല്ലാം കളഞ്ഞിട്ട് ആ നാരെടുത്തിട്ടാണ് പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇപ്പോൾ അതിനൊന്നും കാട്ടുവണ്ട കിട്ടാനില്ല. മുണ്ടക്കൈതേൻ്റെ ഇതുണ്ടല്ലോ, മുണ്ടേൻ്റെ, അത് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ താടി മീശയൊക്കെ ഉണ്ടാക്കല്. ഇപ്പം ഇന്നിപ്പോൾ അതാരും അതിന് മെനക്കെടുന്നില്ല, അതാരും എളുപ്പത്തിലുള്ള കാര്യങ്ങളിലേക്ക് എളുപ്പത്തിൽ കിട്ടുന്ന സാധനം. പക്ഷെ എന്നാലും നമ്മൾ ആ പഴയ അതിൻ്റെ ഒരു പ്രൗഢി, ഒരു സൗന്ദര്യം, അതിൻ്റെ ഒരു പാരമ്പര്യം അതൊക്കെ നിലനിർത്തേണ്ടതാണെന്നുള്ള ഒരു നിഷ്കർഷത നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ വേണമെന്നുള്ളൊരു താല്പര്യമുള്ള ആളാണ് ഞാൻ. ആ പഴയ കാലത്ത് എങ്ങനെയാണെന്ന് ഉപയോഗിച്ചിട്ട് അത് തന്നെ ഉപയോഗിക്കണം എന്നില്ല. ഇപ്പം നമ്മളധികം പണ്ടേൻ്റെ കാര്യങ്ങളൊക്കെ പരമാവധി കിട്ടുന്നിടത്തോളം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കിട്ടാത്ത കാലത്ത് പിന്നെ മറ്റുള്ള സാധനങ്ങൾ അതിന് പകരമായിട്ടുള്ള സാധനം ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞല്ലോ തീത്തെയ്യങ്ങൾ, അത് വളരെ പ്രധാനമാണ്. നമ്മളിപ്പോൾ പിന്നെ തന്നെ മുച്ചിലോട്ട് ഭഗവതി പോലുള്ള തെയ്യങ്ങൾ, അല്ലെങ്കിൽ പുതിയ ഭഗവതി, അതുപോലെ കതിവനൂർ വീരൻ, ഇതിനൊക്കെ തീയായിട്ടുള്ള ബന്ധം, ആ പെർഫോമൻസ്, ആ സമയത്തുള്ള അതുമായിട്ടുള്ള പ്രയാസങ്ങൾ, എങ്ങനെയാണ് അതിനെ നമ്മൾ കാണുന്നത്, എങ്ങനെയാണ് അതിനെ അഭിസംബോധന ചെയ്യുന്നത് എന്നുള്ളതെന്ന് പറയാം. തീ എന്ന് പറഞ്ഞാൽ ഇപ്പം മുച്ചിലോട്ട് ഭഗവതിക്ക് 2 പന്തങ്ങളേ ഉള്ളൂ, 2 കൈപ്പന്തത്തിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ പുതിയ ഭഗവതിക്ക് എന്നാലും അത് പിന്നെ ഈ നല്ല ചൂടുള്ള, ഇപ്പോൾ മുച്ചിലോട്ട് ഭഗവതി ഉച്ചയ്ക്ക് 1 മണി 2 മണിക്കല്ലേ ഇറങ്ങുന്നത്. ആ പിന്നെ നല്ല ചൂടുള്ള സമയത്താണ് ഈ പന്തവും കൂടെ നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ വരുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടാക്കുന്ന നമ്മൾ കാണുന്നവർക്ക് തോന്നുന്നുണ്ടല്ലോ. അതെ, അത് നമ്മൾ പിന്നെ അച്ഛനൊക്കെ പറയും വളരെ എന്താ വെച്ചാൽ ഈ കണ്ണ് കഴിക്കുന്നത് വരെ ഒരു പൊയ്ക്കണ്ണ് കഴിക്കുന്നവർ ആ സമയത്ത് പന്തം കൊടുക്കും. അതെ, പന്തം മാറ്റി കൊടുക്കുന്ന അന്നേരമാണ്. അപ്പോൾ അതുവരെ വളരെ ഒരു സന്തായിട്ടുള്ള ഇതാണ്. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു മുച്ചിലോട്ട് ഭഗവതിൻ്റെ ആ ഒരു ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ കൈപ്പന്തം കയ്യിലിരിക്കുന്നിടത്തോളം ചില സമയത്ത് ഇപ്പം ചില ആൾക്കാരും ക്ഷീണം സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ പുക ഈ എണ്ണയിലും മുക്കിയിലും പുകയിലും കണ്ണിലും മൂക്കിലൊക്കെ കയറും. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവനും സഹിക്കും, ബുദ്ധിമുട്ടുകളുണ്ടാവും. കാരണം വെച്ചാൽ ഇപ്പം കതിവനൂർ വീരൻ എത്രയോ സമയം ആ കോത്തിരീൻ്റെ മുമ്പിൽ തന്നെ ചുറ്റം വന്നുകൊണ്ടിരിക്കണ്ടേ. അപ്പോൾ അതെല്ലാം നമ്മൾ വളരെ അടുത്ത് നിന്നുകൊണ്ട് ഇപ്പം പുതിയ ഭഗവതിയിലെന്ന് പറഞ്ഞാൽ 2 കൈക്ക് നല്ല ചൂട് വരും. അപ്പോൾ അതെല്ലാം ചുറ്റും പന്താണല്ലോ അല്ലേ? അതെ, ചുറ്റും പന്താണ്, മുകളിലും പന്താണ്. അപ്പോൾ അതെല്ലാം നമ്മളെ അവർ പിന്നെ ആ മാനസിക ഇതിൽ നമ്മൾ വിശ്വാസം നമ്മൾ എത്രത്തോളാണോ അതിലേക്ക് നമ്മൾ ആ ഭഗവതിയിലേക്ക് ലയിക്കുന്നു. അതുപോലെ നമുക്കതിൻ്റെ ഫലങ്ങളുണ്ടാവും. അല്ലാതെ കൊണ്ട് നമുക്ക് ചൂട് കൊണ്ട് നമുക്ക് ഇത് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചൂടുണ്ടായാലും അത് കുറച്ച് സഹനശക്തിയും കൂടെ വേണം അതിൽ. അത് തീയായിട്ട് ബന്ധപ്പെടുന്നത്. ഇപ്പം മേലേരി തട്ടുന്ന തെയ്യങ്ങളുണ്ട്. അപ്പോൾ അതിപ്പം ബാലിക്കെല്ലാം മേലേരി തട്ടണം, അപ്പോൾ തൊണ്ടച്ചന് മേലേരി തട്ടണം. അപ്പോൾ അതെല്ലാം നമ്മളെ ആ ഒരു ദൈവികമായിരിക്കുന്ന ആ ഒരു ശക്തിയിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. കുറച്ചൊക്കെ നമ്മൾ ചെറുപ്പക്കാർ കാണുന്നുണ്ട് തേക്കാവുകളിൽ അവർ വാദ്യങ്ങൾ, അതുപോലെ കോലം കെട്ടുന്നതിൽ, അതിൻ്റെ മറ്റ് സഹായങ്ങളൊക്കെ ചെയ്യുന്നതിൽ എങ്ങനെയാണ് പൊതുവെ ചെറുപ്പക്കാരുടെ ഇതിനോടുള്ള ഒരു മനോഭാവം, പുതിയ തലമുറയുടെ മനോഭാവം? ചെറിയ തലമുറക്കെല്ലാം ഇപ്പം തെയ്യം ഇപ്പോൾ ഇഷ്ടം പോലെ തെയ്യം കെട്ടാനുണ്ട്. അതുകൊണ്ട് അവർക്കെല്ലാം കൂടുതൽ അതിനോട് താല്പര്യം വരുന്നു. ഇപ്പം നിത്യം വെള്ളാട്ടവും കാര്യങ്ങളായിട്ട് പണ്ടൊന്നും അങ്ങനെ വെള്ളാട്ടങ്ങൾ വളരെ ദുർലഭമായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പം എല്ലാ സ്ഥലത്തും തീരാത്തത്ര നമുക്ക് കെട്ടാൻ പറ്റാത്തിടത്തോളം ഒരു ദിവസം 2-3 വരുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവർക്ക് അതിനുള്ള ഒരു വേദി കിട്ടുന്നതുകൊണ്ട് കൂടുതലായിട്ട് അതിനോട് ഒരു താല്പര്യം കാണിക്കുന്നുണ്ട്. ചെയ്യുന്നതിൻ്റെ പിന്നെ മറ്റൊരു കാര്യം കോള് എന്ന് പറയുമ്പോൾ തെയ്യക്കാരന് കോലക്കാരന് കൊടുക്കുന്ന പ്രതിഫലം. മുമ്പൊക്കെ അത് എന്താണോ കാവുകാർ കൊടുത്തത് അത് വാങ്ങി തൊഴുതിട്ട് പോകാന്നുള്ള ഒരു രീതിയായിരുന്നു. ഇപ്പോഴെങ്ങനെയാണ് അതിൽ മാറ്റം? എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഞാൻ ആ ഒരു പിന്നെ ചിന്തയിൽ പോകുന്ന ആൾ. അന്നേരം പറഞ്ഞ് ഞാൻ അന്നേ ചെയ്യുന്ന അനുഷ്ഠാനം ഞാൻ ഇന്നും അനുഷ്ഠിക്കണ്ടേ. അപ്പോൾ അതുപോലെ ഇന്നും ഒരു കോള് പറഞ്ഞിട്ട് ഞാനൊരു ക്ഷേത്രത്തിൽ നിന്ന്
പറഞ്ഞു വാങ്ങുന്ന രീതി പറഞ്ഞു വാങ്ങുന്ന രീതിയില്ല. പക്ഷെ നമ്മൾ മുമ്പത്തേനേക്കാളും കുറച്ചുകൂടെ തെയ്യക്കാരുടെ ഭൗതിക പരിസരം മെച്ചപ്പെടുത്താൻ, അവരുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുക, ഇത്തരം കാര്യങ്ങളൊക്കെ സമൂഹം ഉറപ്പുവരുത്തുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ കോളിൻ്റെ കാര്യത്തിൽ ആ പഴയ രീതിയിൽ നിന്ന് കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ മാറ്റം വ്യത്യാസമുണ്ട്. പണ്ട് കാലത്തൊക്കെ വെച്ചാൽ പണം ആണല്ലോ, 16 പണം 101 പണമൊക്കെയാണ് പണ്ട് തുച്ഛമായിട്ടുള്ള. അതെ, തുച്ഛമായിട്ടുള്ള. പിന്നെ അന്നത്തെ കാലത്ത് അത് ചെയ്തേ പറ്റൂ. ചെറുജന്മാവകാശം അല്ലെങ്കിൽ അതുപോലെ ക്ഷേത്രത്തിൻ്റെ ജന്മാവകാശം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അന്നത്തെ കാലത്ത് അന്ന് ക്ഷേത്രത്തിനും സാമ്പത്തികമില്ല, അങ്ങനെയില്ലാത്ത സ്ഥലത്ത് നിന്ന് നമുക്ക് അതിന്. പിന്നെ ഇന്ന് അതിന് മാറ്റങ്ങൾ വന്നു. ഇന്നിപ്പം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു മുത്തപ്പൻ വെള്ളാട്ടം കഴിക്കുന്നവരിപ്പം ഗൾഫുകാരൻ വന്നു, ഗൾഫിൽ നിന്ന് വന്നിട്ടാകുമ്പോൾ എൻ്റെ വീട്ടിലൊരു മുത്തപ്പനുണ്ട്. അപ്പോൾ അവർ പറയും പിന്നെ നമ്മൾ എന്താ കൊടുക്കണം, അപ്പോൾ എണ്ണ സന്തോഷിച്ചിട്ട് ഇപ്പം പിന്നെ 2000 3000 എല്ലാം കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. പണ്ട് കാലത്ത് കൊടുക്കുന്ന 1000, ഞാൻ 5 ഉറുപ്പ്യക്ക് മുത്തപ്പൻ കെട്ടിയ ആളാണ്. 5 ഉറുപ്പ്യയില്ല കാലത്ത് മുത്തപ്പൻ കെട്ടിയ വ്യക്തിയാണ് ഞാൻ. ഇന്ന് ആ സ്ഥാനത്ത് ഇപ്പം നമുക്ക് 5000 കിട്ടുന്നുണ്ട്. സാധാരണ കാണുന്നത് ചില തെയ്യക്കാർ 40-45 വയസ്സാകുമ്പോഴേക്കും രോഗികളായി. കാരണം അതികഠിനമായിട്ടുള്ള തീവ്രമായിട്ടുള്ള ഭക്ഷണം കഴിക്കില്ല, മലമൂത്ര വിസർജനം ചെയ്യാൻ പറ്റില്ല, ഒരുപാട് അധ്വാനമുള്ളതാണ്, ചിലപ്പോൾ അതിനനുസരിച്ചുള്ള ഭക്ഷണം അത് ചിട്ടകളുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ രോഗത്തിന് അടിപ്പെടുന്ന ഒരു വലിയ അവസ്ഥ നമ്മൾ ഒരുപാട് തെയ്യക്കാരിൽ കാണാറുണ്ട് അല്ലേ? എങ്ങനെയാണ് പെരുന്നാൻ? കാല് മുറിച്ച ആൾക്കാർ, വിരല് മുറിച്ചു, പിന്നെ അത് കാല് മുറിക്കേണ്ടി വന്നു. അതുപോലെ ഇപ്പം നടുവൊടിഞ്ഞവർ, അതെ നടുവൊടിഞ്ഞവരുണ്ട്, കാല് ഇതായ ആൾക്കാർ, കഴുത്തിന് പ്രശ്നങ്ങൾ, അതെ കഴുത്തിന് പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പിന്നെ ഇതുണ്ട്. അപ്പോൾ ആ പ്രയാസങ്ങൾ നമ്മൾ കാണേണ്ടതാണ്, നമ്മൾ കാണണം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ അതിൻ്റെ ആയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സിനിമയിലുള്ള അനുഭവം ഇപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ആ അനുഭവം കൂടെ ഒന്ന് പറയാം. സിനിമയിലെ അനുഭവം എന്ന് പറഞ്ഞാൽ അത് പിന്നെ നമ്മളോട് ഇങ്ങനെ ഒരു തെയ്യം വേണമെന്ന് പറഞ്ഞപ്പോൾ ജയരാജ് സംവിധാനം ചെയ്യുന്നതാണ്. അപ്പോൾ കളിയാട്ട സിനിമയാണ്. അപ്പോൾ അതിൻ്റെ കാവശ്ശേരി പാലക്കാട് വെച്ചിട്ട് അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ നടന്നിന്. അപ്പോൾ കതുവനൂർ വീരൻ്റെ ഒരു ഇതാണ് എൻ്റെ റോള്. അപ്പോൾ ഞാൻ പോയി കതുവനൂർ വീരൻ്റെ ആ ചടങ്ങുകളൊക്കെ അതിൻ്റെ അടിസ്ഥാനമായിട്ട് തന്നെ ചെയ്തിന്. നമ്മളങ്ങനെ എന്നുവെച്ചാൽ ഇപ്പം ഒരു ക്ഷേത്രത്തിൽ ചെയ്യും പോലെ ചെയ്യാൻ പറ്റില്ല. എന്തായാലും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തോറ്റവും തെയ്യവും അതിൻ്റെ വടക്കേം ഭാഗവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ചെയ്യാവുന്ന ചടങ്ങുകളൊക്കെ എല്ലാ ചടങ്ങുകളൊക്കെ ചെയ്തിട്ടാണ് നമ്മളത് ചെയ്തിന്. അതിന് ശേഷമാണ് പിന്നെ പിന്നെ സുരേഷ് ഗോപി കണ്ടനാർ കേളെന്നുള്ള തെയ്യം കെട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാനന്ന് മുഖത്തെഴുതുന്നു, അല്ല മുഖത്തെഴുതി എല്ലാം റെഡിയായി കൊടുത്തത് ഞാൻ തന്നെയാണ്. അപ്പോൾ ആ തെയ്യത്തിൽ ഒരു ഗുളികൻ തെയ്യം കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ തെയ്യം ഇതെല്ലാം ഗുളികനെല്ലാം വെച്ചാൽ മലേൻ്റെ മുകളിൽ താഴോട്ടേക്ക് വീഴുന്ന രംഗമാണ്. അപ്പോൾ നമ്മൾ തെയ്യം നമ്മൾ അന്നേരം ചെയ്തു. അപ്പോൾ താഴത്തുള്ളതൊന്നുമില്ല, അതിൻ്റെ ചെറിയ ഒരു ആക്ഷൻ മാത്രമേ കാണിച്ചില്ല. പക്ഷെ നമ്മൾ ഈ തെയ്യം കണ്ടപ്പോഴാണ്, ഈ സിനിമ കാണുമ്പോഴാണ് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു, ഇതെന്താ സംഭവം ഇതിൻ്റെ മുകളിൽ താഴോട്ടല്ലേ വീഴുന്നത്. അപ്പോൾ അത് നമുക്കൊരു നല്ലൊരു അനുഭവമായിരുന്നു. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു ഈ നമ്മളെ ഈ നെഞ്ഞത്തിലെ രോമം കളയണം എന്ന് പറഞ്ഞു, ഈ മേത്ത് എഴുതണമല്ല. അപ്പോൾ അതിനോട് പറഞ്ഞു എൻ്റെ പുരുഷത്വം കളിയുന്നു. ഞമ്മളത് ചെയ്യാണ്ട് പറ്റൂല എന്ന്, നമ്മൾ പാമ്പിനെ വരക്കണം മേക്ക്. അപ്പോൾ അതൊക്കെ ചെയ്തെല്ലാം അതിൻ്റെ, പക്ഷെ അതിൻ്റെ ഒരു ഭയഭക്തിയോട് സമർപ്പണ മനോഭാവത്തോടു കൂടി നല്ല ഒരു, എനിക്കത് അവരുടെ പിന്നെ ഇപ്പം നമ്മൾ മുമ്പിൽ പറയുന്നതല്ല, നമ്മളെന്തായാലും ആ മൂപ്പർക്ക് അത് ചെയ്യണം എന്നുള്ളൊരു ആത്മാർത്ഥ ഒരിതുണ്ടായിരുന്നു. അപ്പോൾ ഗുരുനാഥ എന്ന് വിളിച്ചിട്ട് മാത്രമേ അയാൾ എല്ലാം ചെയ്ത് എല്ലാ കാര്യങ്ങളൊക്കെ നമ്മളതിൻ്റെ ആ ഒരു കോലധാരിക്ക് നമ്മളെങ്ങനെ ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ ആ ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. വളരെ അതുകൊണ്ട് ദേശീയ അവാർഡ് കിട്ടി. അപ്പോൾ വളരെ സന്തോഷമായി. നമുക്കും അതിലൊരു അഭിമാനിക്കാനുള്ളൊരു കാര്യമല്ലേ ഇത്. ഈ തെയ്യത്തിന് മുമ്പുള്ളതിനേക്കാൾ അംഗീകാരം അല്ലേ, ആദരവ്, ഇതൊക്കെ വർത്തമാനകാലത്ത് ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വേണം നമുക്ക് പെരുന്നാന് ലഭിച്ചിട്ടുള്ള പത്മശ്രീ, രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരങ്ങളിലൊന്ന് ലഭിക്കുന്നു എന്നുള്ളത്. ഈ പെരുന്നാൻ്റെ ഒരു വളരെ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം, വളവട്ടണം മുച്ചിലോട്ട് കാവിൽ കോലക്കാരനായിട്ട് നിന്ന സന്ദർഭത്തിലാണ് ഈ ഒരു വിവരം, പത്മശ്രീ ലഭിച്ചു എന്നുള്ള വിവരം കിട്ടുന്നത്. ആ ഒരു അനുഭവം എന്ന് പറഞ്ഞുകൂടെ? അത് പറയാൻ പറ്റാത്തൊരു അനുഭവം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതലൊരു സ്ഥാനപ്പേര് കിട്ടുമ്പോഴാണ് നമ്മളെ തെയ്യക്കാരനുണ്ടാകുന്ന ഒരു അഭിമാനം. എന്നുവെച്ചാൽ അത് ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും കിട്ടിയതിന് തുല്യമാണ്. അതെ. അപ്പോൾ നമ്മളിപ്പം ഒരു പെരുവണ്ണാനാവുമെന്ന് പറഞ്ഞാൽ നമ്മൾ തെയ്യമെല്ലാം കെട്ടി നല്ലൊരു രീതിയിൽ എത്തുമ്പോഴാണ് ചെക്കൻ തിരക്കേടില്ല, ഒരു വളം കൊടുക്കണം എന്ന് പറഞ്ഞൊരു പെരുവണ്ണാനാവുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ അഭിമാനമായി. അതിന് ശേഷമാണ് ഇപ്പം പിന്നെ കുറച്ച് മാറി വന്നതിന് ശേഷമാണ് ഇപ്പം ഫോക്ക് ലോർ അക്കാഡമി അങ്ങനെയുള്ള ചില ഇതൊക്കെ വന്നപ്പോൾ നമുക്ക് ഒരു ഗുരുപൂജ അവാർഡ് കിട്ടി. ആ ഫെലോഷിപ്പും കിട്ടിയില്ല പിന്നീട്? അത് പിന്നെ ഫെലോഷിപ്പ് കിട്ടി. 2009 പിന്നെ ഗുരുപൂജ കിട്ടി. 2018 നമുക്ക് പിന്നെ ഫെലോഷിപ്പും കിട്ടി.
അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് ഈ പത്മശ്രീ കിട്ടും. പത്മശ്രീ കിട്ടുന്ന പറയുമ്പോൾ അത് തെയ്യം മേഖലയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ആദ്യമായിട്ടാണ് നമ്മളെ ഈ വിഷയത്തിൽ ആദ്യമായിട്ടാണ് ഒരു പത്മശ്രീ കിട്ടുന്നത്. അതും നമ്മളൊരു മുച്ചൂട്ടുകാവിൽ കളിയാട്ടം തുടങ്ങി തോറ്റം കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ ഒരു അനുഭവം ഉണ്ടാകുന്നത്. നമുക്കൊരു പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ അങ്ങനെ ഉണ്ടാകുമ്പം. അപ്പോൾ അത് നമ്മളെ അതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ സമുദായത്തിന് തന്നെ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ടാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. തെയ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അല്ലേ. അപ്പോൾ നമുക്കും അത് ഇപ്പം മറ്റുള്ളവർക്കെല്ലാം കിട്ടുമ്പോൾ ഇപ്പം എല്ലാവർക്കും പിന്നെ പത്മശ്രീ കിട്ടി വരും, മമ്മൂട്ടിക്ക് അല്ലെങ്കിൽ പിന്നെ മോഹൻലാലിന് അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് എല്ലാം കിട്ടി. ഇപ്പം ദേശീയ അവാർഡ് കിട്ടി, ഇപ്പോൾ കളിയാട്ട സിനിമയിലൂടെ ഇപ്പം സുരേഷ് ഗോപിക്ക് ദേശീയ അവാർഡ് കിട്ടി. അപ്പോൾ അതുപോലെ നമുക്കിത് കിട്ടുമ്പോൾ നമ്മളെ തെയ്യത്തിനും അങ്ങനെ ഒരു അംഗീകാരമുണ്ട്, രാജ്യം കൊടുക്കുന്നു എന്നുള്ളത് ഒരു ബോധ്യപ്പെടുത്താനുള്ളൊരു ഇതും കൂടിയാണല്ലോ നമ്മൾ. അപ്പോൾ ആ ഒരു തെയ്യം മേഖലയിൽ മറ്റുള്ളവർക്കെല്ലാം ഇപ്പം കഥകളിക്കെല്ലാം കൊടുത്തു, പിന്നെ മറ്റുള്ള എല്ലാ ഇതിനും പല മേഖലകളും ഈ പിന്നെ കലാരംഗങ്ങളിലെ പല മേഖലകളിലും കൊടുത്തിട്ടുണ്ട്. ഒരു പരിഭവം നമുക്കുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് കിട്ടൂലോ എന്നുള്ള ഒരു ശങ്കയും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും നമുക്ക് ആ ഒരു ഇത് കിട്ടിയതെന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷകരമായിരിക്കുന്നൊരു കാര്യമാണ്. അതും നമ്മൾ ഈ തെയ്യം മേഖലയിൽ കിട്ടിയുണ്ട്. ഡൽഹിയിൽ പുരസ്കാരം വാങ്ങിച്ച ഒരു അന്തരീക്ഷം അതൊരു ഭയങ്കര സംഭവം എന്ന് വെച്ചാൽ രാഷ്ട്രപതിന് മുമ്പ് അത് വാങ്ങുമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കുണ്ടാവർ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഇത് കിട്ടി എന്നുള്ളൊരു സന്തോഷം അത് വളരെ നമുക്ക് പറഞ്ഞെടുക്കാൻ കഴിയില്ല. അഭിമാനം തന്നെയാണ് നമുക്ക്. അതിൻ്റെ രാഷ്ട്രപതി ഭവനിൽ എത്താൻ തന്നെ നമുക്കതൊരു വലിയ ഒരു ഭാഗ്യം തന്നെയല്ലേ. അത് നമ്മളെ രാഷ്ട്രപതിൻ്റെ മുമ്പിൽ എത്തുമ്പം നമുക്കുണ്ടായ ഒരു അനുഭൂതി അത് പറയാൻ പറ്റില്ല. അത്ര ഒരു സന്തോഷം തന്നെ. ഏറ്റവും നല്ല കോലക്കാരിൽ ഒരാൾ എന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാവുന്ന ഒരു കോലക്കാരനാണ്, തെയ്യക്കാരനാണ് നാരായണപ്പെരുവണ്ണൻ. അദ്ദേഹത്തിന് ഇനിയും ഇതേ രീതിയിൽ കൂടുതൽ ശോഭയോടുകൂടി തെയ്യങ്ങൾ കെട്ടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമസ്കാരം.